മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നോളം ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും നേഴ്സസിലൂടെ ഈശോ ഈ ലോകത്തിലേക്ക് ചൊരിയുന്ന സ്നേഹവും സൗഖ്യവും ഒക്കെ പങ്കുവയ്ക്കുന്ന നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നേഴ്സസ് ടൈമിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഇതിനോടകം തന്നെ അനേകം നേഴ്സുമാരുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങളും അവരിലൂടെ ഈശോ ലോകത്തിലേക്ക് ചെയ്ത അത്ഭുതങ്ങളുമൊക്കെ നാം കേട്ട് കഴിഞ്ഞു. നേഴ്സിംഗ് എന്ന പ്രൊഫഷനെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരുപാട് നേഴ്സുമാർ ഈശോയ്ക്ക് ഓരോ നേഴ്സിനെയും പറ്റിയുള്ള സ്വപ്നവും ഈ ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ്റെ മാഹാത്മ്യവും മനസ്സിലാക്കിയപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് ഖത്തറിലെ നേഴ്സസിനെ ആത്മീയമായി നയിക്കുന്ന ജെയ്സൺ അച്ഛനാണ് നമ്മോടൊപ്പമുള്ളത്. അച്ഛനെ നമുക്ക് സ്നേഹപൂർവ്വം ശ്രവിക്കാം. 2 കോടിയിലധികം വരുന്ന നേഴ്സസുമാർക്ക് ഖത്തർ സെൻറ് തോമസ് ദേവാലയത്തിൽ നിന്നുള്ള ജെയ്സനച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ദൈവവിചാരമാണ് യഥാർത്ഥമായ ആരോഗ്യപരമായ ആത്മീയത. ഭൂമിയിലുള്ള എല്ലാവർക്കും സൗഖ്യം നൽകുക എന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വപ്നം. ശാരീരികമായ സൗഖ്യത്തിന് അപ്പുറേ മനസ്സിനും ആത്മാവിനും ഉണർവ് നൽകുന്ന സൗഖ്യത്തിലേക്ക് കർത്താവ് അതിനെ ലക്ഷ്യം വയ്ക്കുന്നു. വെറും കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത വ്യക്തിക്ക് കണ്ണും ചെവിയും തുറന്നു കൊടുക്കുക എന്നതിലുപരിയായി മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ തരങ്ങളിലുമുള്ള ഡിഗ്നിറ്റി, ശ്രേഷ്ഠത കൈവരിക്കാനാണ് ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ള സൗഖ്യത്തിൻ്റെ സ്വപ്നം. സൗഖ്യത്തിനായി വന്ന രോഗികൾ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. അതിലുപരിയായി ക്രിസ്തു അവരെ തൊട്ടു സുഖപ്പെടുത്തിയെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. സ്പർശനം സൗഖ്യത്തിൻ്റെ വലിയ അടയാളമാണ്. പ്രേക്ഷിത വേലയ്ക്കായി പോകുന്ന ശിഷ്യന്മാരെ നിങ്ങൾ സൗഖ്യപ്പെടുത്തണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി അയക്കുന്നുണ്ട്. എല്ലാ അജപാലന ശുശ്രൂഷയെയും വേണമെങ്കിൽ ഒറ്റ പദം കൊണ്ട് ചുരുക്കാം, സൗഖ്യം. സൗഖ്യമാണ് പ്രധാനം. ക്രിസ്തുവിൻ്റെ മനസ്സിലെന്ന പോലെ സഭയെ പുനർനിർവചനം ചെയ്യുകയാണെങ്കിൽ അതിനെ ദേവാലയത്തേക്കാൾ ആതുരാലയമെന്നോ ഹോസ്പിറ്റലെന്നോ വിളിക്കണം. കാരണം സഭ സൗഖ്യത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും ഇടമാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും മുറിവേറ്റ ക്ഷതമേൽക്കപ്പെട്ട വ്യക്തിയെ കണ്ടിട്ടും കാണാതെ പോകുന്ന നിഷ്ഠതയുടെയും അനുഷ്ഠാനങ്ങളുടെയും കുരുക്കിൽപ്പെട്ട മതത്തെ മുറിവേറ്റ മനുഷ്യനെ കാണാതെ പോകുന്ന അവസ്ഥയുണ്ടായി.
സമറിയാക്കാരനാകട്ടെ മുറിവേറ്റ മനുഷ്യനെ കണ്ട് അടിയന്തരമായി സത്രത്തിലേക്ക് എമർജൻസിയായി ശുശ്രൂഷ ചെയ്യാനായിട്ട് കൊണ്ട് എത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സഭയുടെ പുതിയ നിർവചനം ദേവാലയത്തേക്കാൾ ഉപരിയായിട്ട് സത്രമാകുന്ന, ശുശ്രൂഷ ചെയ്യപ്പെടുന്ന, സൗഖ്യം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ആതുരാലയമായിട്ട് സഭയെ കാണണം. മുറിവേറ്റവന് ശുശ്രൂഷിക ചെയ്യപ്പെടേണ്ട സത്രമാണ് സഭ. ജീവിതത്തിൻ്റെ ജോലികൾക്കിടയിൽ ഈ നഴ്സുമാർ യേശുവിൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷയിലെ പങ്കുപറ്റുന്നവരാണ്. ആത്മീയമോ മാനസികമോ ശാരീരികമായ ഈ സൗഖ്യത്തിനായിട്ട് എല്ലാ നഴ്സസ്മാരും തങ്ങളുടെ മനസ്സിനെ സജ്ജീകരിക്കാനും ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായ സൗഖ്യത്തിന്, ക്രിസ്തുവിൻ്റെ സ്വപ്നത്തിന് ഇണങ്ങുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതക്രമങ്ങളെ ക്രമപ്പെടുത്തുവാനും അതുവഴിയായിട്ട് ഈ സൗഖ്യം സാന്ത്വനമായി, സൗഖ്യമായി, ആശ്വാസമായിട്ട് നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഹെൻറി ന്യൂമാൻ പറയുന്നത് പോലെ വി ആർ ഓൾ വൂണ്ടഡ് ഹീലേഴ്സ്. ഭൂമിയിൽ ക്രിസ്തുവിനോളം ക്ഷതമേൽക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും ക്രിസ്തു ഒരു ഹീൽഡ് ഹീലറായിട്ട് മാറി. ഹെൻറി ന്യൂമാൻ്റെ പുസ്തകത്തിൽ, വൂണ്ടഡ് ഹീലർ എന്നുള്ള പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് ക്ഷതമേൽക്കപ്പെട്ടവനാണെങ്കിൽ പോലും എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുക. ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നഴ്സസ്മാർ എല്ലാ തരത്തിലും സഭയുടെ വ്യക്തികളെന്ന നിലയിൽ സത്രമായി സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഇടമായിട്ട് മാറാനും അതിനുള്ള ഉപാധികളായിട്ട്, ഉപകരണമായിട്ട് നിലനിൽക്കുവാനും പരിശ്രമിക്കുമ്പോൾ നഴ്സസ്മാരുടെ ജീവിതം ധന്യമാവുകയാണ്, അർത്ഥപൂർണമാവുകയാണ്. നമ്മളുമായി ബന്ധപ്പെടുന്ന, ഇടപഴകുന്ന രോഗികൾക്ക് സൗഖ്യം നൽകാൻ, സ്വാതന്ത്ര്യം നൽകാൻ, ആശ്വാസം നൽകാൻ എല്ലാ നഴ്സസ്മാർക്കും 2 കോടിയിലധികം വരുന്ന നഴ്സസ്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സമാധാനം. 1 പത്രോസ് 2:24 പ്രകാരം പറയുന്നു, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജേസനച്ചൻ പറഞ്ഞതുപോലെ നാമും പലപ്പോഴും വൂണ്ടഡ് ഹീലേഴ്സ് ആണല്ലേ. എന്നാൽ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ ഈശോ ഉണക്കുമ്പോൾ അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്ന മറ്റനേകം പേരുടെ മുറിവ് ഉണക്കാനുള്ള ഒരു കൃപയും ഈശോ നമ്മിൽ നിക്ഷേപിക്കുന്നുണ്ട്. അത്തരത്തിൽ ജീവിതത്തിൽ വളരെയേറെ വേദനകളിൽ കൂടി കടന്നുപോയപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ച ഒരു നഴ്സിൻ്റെ അനുഭവം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റാണി. ഞാൻ ഖത്തറിൽ 10 വർഷമായിട്ട് ചാർജ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. 2011 ജൂലൈ 4-ാം തീയതി ഈ കർത്താവിൻ്റെ സ്നേഹം ഒരു പ്രത്യേകമായ വിധത്തിൽ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നഴ്സസ് മിനിസ്ട്രിയിൽ തുടക്കം മുതലേ ഒരു സജീവ പ്രവർത്തകയാണ്. ഞാൻ നഴ്സസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്
നഴ്സസിനെ എത്രമാത്രം ഈശോയെ തൻ്റെ അനുദിന ജീവിതത്തിൽ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് നമ്മുടെ ഈ നഴ്സിംഗ് പ്രൊഫഷൻ ഈശോയുടെ തന്നെ പ്രവൃത്തിയാണെന്നും അവിടുത്തെ മിഷനാണ് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നതെന്നും എനിക്ക് നഴ്സസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴാണ് 2011 ജൂലൈ 4 ഞാൻ അന്ന് പ്രഭാതത്തിൽ ഡ്യൂട്ടിക്ക് യാത്രയായപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ തന്നെ പ്രൊട്ടക്ഷൻ പ്രെയറും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഒന്നുള്ള പ്രാർത്ഥനയും എല്ലാം ചൊല്ലിയതിന് ശേഷം ഡ്യൂട്ടിക്ക് യാത്രയായി. ഞങ്ങളുടെ ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് സാധാരണയിൽ കവിഞ്ഞ് കുറച്ച് സ്പീഡിലായിരുന്നു അന്ന് വണ്ടി. കാരണം അല്പം ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ പകുതി വഴിയോളം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടിയുടെ ടയർ പൊട്ടുകയും വണ്ടി കുറേ പ്രാവശ്യം കറങ്ങുകയും ഡോറുകളെല്ലാം തെറിച്ചു പോവുകയും വണ്ടിയിലുണ്ടായിരുന്ന ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ തന്നെ 5 പേർ മരിച്ചുപോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലിൻ്റെ തുടയില് കോമ്പൗണ്ട് ഫ്രാക്ചറായി, എൻ്റെ താടിയെല്ല് പൊട്ടിപ്പോയി, എൻ്റെ മൂക്കിന് കോംപ്ലക്സ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എൻ്റെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നു, എൻ്റെ കണ്ണിന് പരിക്ക് പറ്റിയിരുന്നു, എൻ്റെ ഓർബിറ്റൽ ബോണ്, കണ്ണിൻ്റെ താഴെയുള്ള ബോണ് പൊട്ടിപ്പോയിരുന്നു, എൻ്റെ ചുണ്ട് കായമായിട്ട് മുറിഞ്ഞുപോയി, പൂർണ്ണമായിട്ടും വേർപെട്ടു പോയി. എൻ്റെ മുഖം ആകെ വികൃതമായി പോയിരുന്നു. ആർക്കും തിരിച്ചറിയാൻ പാടില്ലാത്ത മാതിരി ഞാൻ മാറിപ്പോയിരുന്നു. ഇത്രയൊക്കെ ഇഞ്ചുറീസ് എനിക്കുണ്ടായിരുന്നിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എന്നെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ വൈറ്റൽ ഓർഗൻസ്, അതായത് എൻ്റെ ബ്രെയിൻ, എൻ്റെ കിഡ്നീസ്, എൻ്റെ ലിവർ, എൻ്റെ ലങ്സ്, എൻ്റെ ഹാർട്ട് തുടങ്ങിയ എല്ലാ ആന്തരിക അവയവങ്ങളും അവിടുന്ന് പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു. അതിനൊന്നും കേടുപാട് സംഭവിച്ചില്ല. മാത്രമല്ല, ഇത്രയൊക്കെ ഇഞ്ചുറീസ് എനിക്ക് അനുഭവപ്പെട്ടിട്ടും ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് ചുറ്റിനും നിന്നുകൊണ്ട് എൻ്റെ കാലിൽ ഫ്രാക്ചറുണ്ട്, താടിയെല്ല് വേർപെട്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നത് കേട്ടു. ഞാൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു, ഈശോയെ മനസ്സിൽ ധ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചു. പെട്ടെന്ന് എനിക്ക് ശാന്തമാകുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിന് സാധിച്ചത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഖത്തറിലെ ഈ ആക്സിഡന്റിനെ കുറിച്ചുള്ള വാർത്ത വളരെ പെട്ടെന്ന് ഖത്തർ മുഴുവൻ വ്യാപിച്ചിരുന്നു. ഖത്തറിലുള്ള എൻ്റെ നഴ്സസ് മിനിസ്ട്രിയിലെ മറ്റു സഹോദരങ്ങൾ, അതുപോലെ എൻ്റെ ഇടവകയിലുള്ള എൻ്റെ വൈദികർ, മറ്റുള്ള സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും സമാധാനമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്തത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് അല്പം പോലും പരിഭ്രമമോ നിരാശയോ സങ്കടമോ വിഷമമോ ഒന്നും അനുഭവപ്പെട്ടില്ല. ആ നിമിഷങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം എന്നെ ICUലേക്ക് മാറ്റി ട്രാക്ഷൻ ഇട്ടു.
പിന്നീട് ഉച്ച കഴിഞ്ഞതിന് ശേഷം എന്നെ സർജറിക്ക് എടുത്തു. എൻ്റെ താടിയെല്ലും ചുണ്ടുമെല്ലാം അപ്പോൾ തന്നെ സർജറി ചെയ്തു. കാലിൻ്റെ ഉള്ളിൽ റോഡിട്ടു. ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. എൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയിരുന്നു വളരെയധികം. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് നെക്സ്റ്റ് വീക്കിൽ എൻ്റെ മൂക്ക് ഫ്രാക്ചറിൻ്റെ ഫിക്സ് ചെയ്യാനായിട്ട് എടുത്തു. കാലിലെ വിരലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്തു. എൻ്റെ കൈക്കൊക്കെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എല്ലാം ഫിക്സ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം വീട്ടിലേക്ക് മാറ്റി. സ്ലോലി ഞാൻ റിക്കവേർഡായി. വീണ്ടും ഞാൻ ഡ്യൂട്ടിക്ക് 6 മാസങ്ങൾക്ക് ശേഷം ജോയിൻ ചെയ്തു. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് പീഡിയാട്രിക് യൂണിറ്റിൽ ചാർജ് നഴ്സായിട്ട് മാത്രമാണ്. എന്നാൽ ഞാൻ തിരിച്ച് ആക്സിഡന്റിന് ശേഷം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടതായിട്ട് വന്നു. ഓർത്തോപീഡിക് യൂണിറ്റിൻ്റെയും കൂടെ ചാർജായിട്ട് എന്നെ നിയമിച്ചു. എല്ലിൻ്റെ വിഭാഗത്തിലുള്ള വാർഡ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതാണ്: ഈശോ എന്നെ അങ്ങോട്ടേക്ക് അയച്ചത് എന്തിനാണെന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ കടന്നു വരുന്ന എല്ലാ രോഗികളും തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള പലതരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് കടന്നു വരുന്ന രോഗികളാണ്. അവരെ എല്ലാവരെയും മനസ്സിലാക്കുവാനും അവരുടെ വേദനകൾ അറിഞ്ഞ് അവരോട് സ്നേഹത്തോടു കൂടി ഈശോയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. അതിപ്പോഴും എനിക്ക് സാധിക്കുന്നുണ്ട്. നിരാശയിലും സങ്കടത്തിലും ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്ന രോഗികളാണ് പലരും. അവരെ എല്ലാവരെയും പ്രത്യാശയിലേക്ക് കരം പിടിച്ചുയർത്തുവാനും എൻ്റെ അനുഭവ സാക്ഷ്യം മൂലം അവരെ ധൈര്യപ്പെടുത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ ആക്സിഡൻ്റായി വന്നിരുന്നു. ആ സഹോദരൻ വളരെ നിരാശയിലായിരുന്നു. ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, വളരെ നിരാശയിലായിരുന്നു. ആ സഹോദരനോട് ഞാൻ ഈശോയുടെ സ്നേഹവും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവവും പങ്കുവെച്ചപ്പോൾ ആ സഹോദരൻ പ്രത്യാശയിലേക്ക് കടന്നു വരികയും ആ സഹോദരൻ ഈശോയെ എന്നോടൊപ്പം സ്തുതിക്കുവാനും ബൈബിൾ എന്നോട് ചോദിച്ചു വാങ്ങിച്ച് വായിക്കുവാനും തുടങ്ങി. ആ സഹോദരന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അതുപോലെയുള്ള എല്ലാ രോഗികളോടും ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പത്രോസ്ലീഹയുടെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവം പലർക്കും തോന്നിയത് എന്തോ പരീക്ഷണമായിട്ടാണ്. എന്നാൽ ഈശോ സകലതും നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്ന അവിടുന്ന് എൻ്റെ ജീവിതത്തെ കൂടുതൽ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നഴ്സസായ നമ്മൾ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്ന രോഗികളുമായി ഈശോയുടെ സ്നേഹം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. അതിനായി നമ്മൾ തന്നെ ഈശോയുടെ സ്നേഹത്താൽ നിറയുകയും നന്നായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്യണം. അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രോഗികളുമായി ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ഓരോ ദിവസവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. റാണി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഈശോ എത്ര വലിയൊരു സൗഖ്യമാണ് നൽകിയതല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം സൗഖ്യവും ദൈവാനുഭവവും ഒക്കെ ഉണ്ടാകുമ്പോൾ
അത് നമ്മിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത്തരത്തിൽ ഈ ഉത്തരവാദിത്വത്തെ വിശ്വസ്തയോടുകൂടി ഏറ്റെടുത്ത ഒരു നഴ്സിൻ്റെ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനുമായ ദൈവം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുവെ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അടിയനിലേക്കും അടിയനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപയും ജ്ഞാനവും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് റോസി. ഞാൻ ഷാർജയിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഷാർജയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ, നേഴ്സസിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ഞാൻ അനുഭവിച്ചറിഞ്ഞു, ദൈവത്തിന് എത്രമാത്രം സാക്ഷ്യമേകാൻ കഴിഞ്ഞു എന്നത് നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതൊരു ദൈവവിളിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഒരുപാട് മാറ്റം വരുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം അവിടെ ഹൈന്ദവ വിശ്വാസിയായ ഒരു രോഗി അഡ്മിറ്റായി. തലച്ചോറിൽ രക്തധമനികൾ വികസിച്ച് പൊട്ടുന്ന ഒരു രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സെറിബ്രൽ അന്യൂറിസം എന്ന് പറയും. അങ്ങനെ വരുന്ന രോഗികളിൽ 90% ജീവൻ നഷ്ടപ്പെടുകയാണ് പതിവ്. ഈ രോഗി ഇങ്ങനൊരവസ്ഥയിൽ ബ്ലീഡായിട്ട് അഡ്മിറ്റായിരുന്നു. വെൻറ്റിലേറ്ററിലായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു. ഞങ്ങളുടെ ന്യൂറോ സർജൻ ലീവിലായിരുന്നു. അപ്പോൾ പകരം ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് ഒരു സർജനായിരുന്നു. പിറ്റേ ദിവസം ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു ട്രയൽ എന്ന വണ്ണം ഈ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ആകെ കൂടെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടുകാരൻ മാത്രമാണ്. ഈ വ്യക്തി ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൂട്ടുകാരൻ വന്നു, ഡോക്ടർക്ക് ഓപ്പറേഷനുള്ള കൺസെൻ്റ് എല്ലാം കൊടുത്തു. അതിനുശേഷം ആ വ്യക്തിയുടെ ജീവിതാവസ്ഥ എന്നോട് പറഞ്ഞു. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു രോഗിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ല. വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് അവരുടേത്. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ രോഗി രക്ഷപ്പെടാതെ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഇദ്ദേഹം. വാക്കുകൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ ആ രോഗിയെ തിയേറ്ററിലേക്ക് കൊണ്ടുവിട്ടു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് വളരെയധികം പ്രാർത്ഥിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഈ വ്യക്തി അപ്പനില്ലാതെ ആകുന്ന 2 പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഈ രോഗി നിർജീവമായിട്ട് നാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥ, ആ ഭാര്യയുടെ അവസ്ഥ, ഈ മുഖങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ പോയി. ഞങ്ങളുടെ ബ്രേക്ക് ടൈം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കാൻ പോകാതെ നേരെ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടിപ്പോയി അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, അങ്ങ് സകല മർത്യരുടെയും ദൈവമാണ്. ദൈവമേ, ഈ മനുഷ്യനെയും ഏത് വിശ്വാസത്തിലുള്ളവനായാലും ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും പിതാവ് ഒന്നാണ്. അതുകൊണ്ട് ആത്മീയമായി ഈ മനുഷ്യൻ എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരനെ അങ്ങ് രക്ഷിക്കണമേ. അങ്ങാണ് ഏറ്റവും വലിയ ന്യൂറോ സർജൻ. ഇപ്പോൾ തന്നെ അങ്ങ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി അങ്ങ് തന്നെ ഓപ്പറേഷൻ ചെയ്യണമേ. അങ്ങനെ എനിക്ക് ജെറമിയ 32:26 വചനം ഈശോ ഓർമ്മിപ്പിച്ചെന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ. വചനം ക്ലെയിം ചെയ്ത് ഞാൻ ആ ബാത്റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു സ്തുതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേമാരി പെയ്തിറങ്ങിയതുപോലെ എനിക്കൊരു ആശ്വാസം തോന്നി. മനസ്സിന് എന്തെന്നില്ലാത്തൊരാനന്ദം. ഞാൻ വാർഡിലേക്ക് തിരിച്ചു വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന രോഗിയെ വെൻറ്റിലേറ്ററിൽ തന്നെയായിരുന്നു. കട്ടിലേക്ക് കിടത്തിയതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന അനസ്തെറ്റിസ്റ്റ് ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അവരെന്നോട് രഹസ്യത്തിൽ ചോദിച്ചു, റോസി ഇത്രയും സമയം പ്രാർത്ഥിക്കുമായിരുന്നല്ലേ? ഞാൻ ചോദിച്ചു, എന്തു സംഭവിച്ചു? ഞാൻ പ്രാർത്ഥിച്ച സമയം 11:30 ഡോക്ടർ എന്നോട് പറഞ്ഞു 11:30 മണിക്ക് ആ ഡോക്ടറിന് വളരെയധികം ബ്ലീഡിംഗ് ഉണ്ടായി. ആ ബ്ലീഡിംഗ് പോയിൻ്റ് കണ്ടെത്താതെ അദ്ദേഹം വിയർത്തുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ബ്ലീഡർ പോയിൻ്റ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുകയും ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കുവാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ശരിയാണ്, ഞാൻ രോഗിക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ രോഗിയെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അദ്ദേഹം കണ്ണു തുറന്നു,
കോൺഷ്യസായി വാർഡിലേക്ക് മാറ്റി. തുടർന്ന് അദ്ദേഹം നാട്ടിലേക്ക് പോയി. ഇന്ന് അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ എനിക്ക് മറ്റൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. ഏറ്റവും വലിയ സാക്ഷ്യമായി തീർന്നത് ആ ഹൈന്ദവ ഡോക്ടറാണ്. അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസമുണ്ടായി. അദ്ദേഹം ഇന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരുപാട് കടന്നു വന്നു. അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ, ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകൾ ആ വ്യക്തി ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് അത് ദൈവം സാധിച്ചു കൊടുക്കാറുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ 5-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, അവിടുന്ന് അവനെ എഴുന്നേൽപ്പിക്കും. നേഴ്സിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, ദൈവവിളിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. വചനം പറയുന്നു, 1 മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവനോടുകൂടെ 2 മൈൽ നടക്കുക. ഒരു 2-ാം മൈലുകാരനാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തു, രോഗിയെ തിരിച്ചു, ഇതെല്ലാം ഒരു 1-ാം മൈലുകാരനാണ് നമ്മളാവുന്നത്. നമ്മൾ രോഗികളിലേക്കും രോഗികളുടെ ബന്ധുക്കളിലേക്കും എല്ലാം ഇറങ്ങിച്ചെല്ലുമ്പോഴും അവർക്ക് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴുമാണ് നമ്മൾ 2-ാം മൈലുകാരനാവുന്നത്. നമ്മൾ കാണുന്ന ഓരോ രോഗിയെയും യേശുവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ജോലി തുടങ്ങുന്നതിന് മുമ്പ്, ഈശോയെ അങ്ങയുടെ സാക്ഷിയാകുവാനായിട്ട്, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ഇന്നേ ദിവസം എനിക്ക് കൃപ തരണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:16 നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ മുമ്പിൽ വന്ന ഒരു രോഗിക്ക് വേണ്ടി നമ്മെപ്പോലൊരു നേഴ്സ് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ചെയ്ത വലിയൊരു അത്ഭുതം നാം ഇപ്പോൾ കേട്ടില്ലേ? ഇതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികളെയും ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതിനായുള്ള കൃപ ഈശോ എല്ലാ നഴ്സുമാർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.